വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞാൽ സൺഷൈൻ വൈറ്റമിൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഒരു വൈറ്റമിനാണ്. അതായത് നമ്മൾ നല്ലപോലെ വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വൈറ്റമിനാണ്. അപ്പോൾ വെയിൽ മാത്രം കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുമോ എന്നുള്ളത് പലരുടെയും ഡൗട്ടാണ്. വെയിൽ മാത്രം കൊണ്ടതുകൊണ്ട് നമുക്ക് വൈറ്റമിൻ ഡി കിട്ടില്ല. ഒരു സമീകൃത ആഹാരം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ കംപ്ലീറ്റ് ആയിട്ട് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ എത്തുകയുള്ളൂ. ഈ വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 10 മണി മുതൽ 3 മണി വരെ ഇടയിലുള്ള വെയിലാണ് നമ്മൾ കൊള്ളേണ്ടത്. കാരണം ആ ഒരു ടൈമിലാണ് അൾട്രാ വയലറ്റ് ഡി റേസ് നമ്മുടെ ഉണ്ടാവുള്ളൂ. ഈ ഒരു അൾട്രാ വയലറ്റ് ഡി റേസ് നമ്മുടെ സ്കിന്നിൽ വീഴണം. സ്കിന്നിൽ വീണിട്ട് അത് ലിവറിലും അതുപോലെ തന്നെ കിഡ്നിയിലും അതിൻ്റെ ഒരു മെക്കാനിസം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് നടന്ന് ഫൈനലി ഉണ്ടാകുന്നതാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ കൊഴുപ്പിൽ അലിയുന്ന ഒരു വൈറ്റമിനാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ മാത്രം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കൂടുതലായും തന്നെ ഉണ്ടാക്കുന്ന ഒരു വൈറ്റമിൻ ആയതുകൊണ്ട് ഫുഡിൽ നിന്ന് കിട്ടുന്ന സോഴ്സ് വളരെ കുറവാണ്. അപ്പം വെയിൽ കൊള്ളുന്നതിനോടൊപ്പം സമീകൃത ആഹാരം എന്ന് പറഞ്ഞത് നമ്മുടെ പ്രോപ്പറായിട്ടുള്ള ഒരു ലിവറിൻ്റെയും കിഡ്നിയും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ വൈറ്റമിൻ ഡി നമുക്ക് ശരീരത്തിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്ത്യയിൽ ഇത്രയും അധികം ആൾക്കാർക്ക് ഈ വൈറ്റമിൻ ഡി കുറയാനുള്ള ബേസിക് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിവറും കിഡ്നിയും ഒന്നും പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല. നമ്മളിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഫാറ്റി ലിവർ ഉണ്ട്. അപ്പം അവിടെയും ഒരു കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു വൈറ്റമിൻ ഡിയുടെ പ്രൊഡക്ഷൻ കറക്റ്റായിട്ട് നടക്കുന്നില്ല. മിക്ക ആൾക്കാർക്കും ഡയബറ്റീസ് ഉണ്ട്. ഡയബറ്റീസ് അൺകൺട്രോളായി പോയി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ബാധിക്കുന്നത് ഒരു കിഡ്നീനെയാണ്. അങ്ങനെ കിഡ്നിയും പ്രോപ്പർ അല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഇത്രയും അധികം വൈറ്റമിൻ ഡി കുറഞ്ഞ ആൾക്കാർ കാണുന്നത്. അപ്പോൾ വൈറ്റമിൻ ഡിയുടെ സോഴ്സ് ഒന്ന് നമ്മുടെ ഭക്ഷണം എടുക്കുകയാണെങ്കിൽ കോഡ് ലിവർ ഓയിലാണ്. കോഡ് ലിവർ എന്ന് പറഞ്ഞാൽ കുറച്ച് നെയ്യൊക്കെയുള്ള മത്സ്യങ്ങൾ, അതുപോലെ തന്നെ മത്തി, അയല, നെത്തോലി പോലെയുള്ള മത്സ്യങ്ങളൊക്കെ കാണാം. അല്ലെങ്കിൽ നമുക്ക് കോഡ് ലിവർ ടാബ്ലറ്റ് ആയിട്ട് നമുക്ക് കിട്ടാറുണ്ട്. മുട്ടയുടെ മഞ്ഞയിലും ഒരു അംശം വരെയുണ്ട്. അതുപോലെ തന്നെ കൂണിലും നമുക്ക് കാണാൻ പറ്റും. ഇതിലൊക്കെയാണ് കൂടുതലായിട്ടും. പിന്നെ നമുക്ക് കാണുന്നത് കൂടുതലും പാൽ ഉൽപ്പന്നങ്ങളിലുമാണ് വൈറ്റമിൻ ഡി കിട്ടുന്നത്. പക്ഷേ എപ്പോൾ നോക്കിയാലും വൈറ്റമിൻ ഡി ഫുഡിൽ നിന്ന് കിട്ടുന്ന സോഴ്സ് താരതമ്യേന നമ്മുടെ സൂര്യപ്രകാശത്ത് നിന്ന് കിട്ടുന്നതിനേക്കാളും കുറവാണ്. ഇനി നമുക്ക് വൈറ്റമിൻ ഡി ഇത്രയധികം കുറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് നമ്മുടെ ഒരു ഇൻഡോർ ആക്ടിവിറ്റീസാണ് കൂടുതൽ. ഇപ്പോൾ നമ്മൾ കുട്ടികളുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കായിട്ട് നമ്മൾ വെയിൽ കൊള്ളുന്നത് വളരെ കുറവാണ്. നമ്മൾ അധികം ഒന്നും പുറത്തു പോയി കഴിക്കുന്നില്ല. കൂടുതലും ഇരുന്നിട്ടുള്ള കളികളാണ്, കൂടുതലും ഇൻഡോർ ആക്ടിവിറ്റീസാണ് നമ്മളെല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ വെയിൽ കൊള്ളാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു കാരണം. ഇനിയിപ്പോൾ നമ്മൾ വെയിലത്ത് ഇറങ്ങുകയാണെങ്കിലോ നമുക്ക് എന്തെങ്കിലും സൺസ്ക്രീനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രൊട്ടക്ഷൻ ഉപയോഗിച്ചിട്ട് മാത്രമേ നമ്മൾ പുറത്തിറങ്ങാറുള്ളൂ. ഒന്ന് വെയിലത്തിറങ്ങുകയാണെങ്കിൽ നമ്മൾ നല്ലപോലെ സൺസ്ക്രീൻ ഇടും. അപ്പോൾ സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ അധികമായി കഴിഞ്ഞാൽ നമുക്ക് തീരെ അൾട്രാ വയലറ്റ് റേസ് ഒന്നും നമ്മുടെ ശരീരത്തിൽ എത്തിയില്ല. അതിൻ്റെ ഭാഗമായിട്ട് വൈറ്റമിൻ ഡി കുറയും. അല്ലെങ്കിൽ തന്നെ നമ്മൾ കുടയൊക്കെ ചൂടി വെയിൽ കൊള്ളാത്ത രീതിയിലാണ് നമ്മൾ എപ്പോഴും പുറത്തിറങ്ങുക. അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിവറും കിഡ്നിയും ഒന്നും പ്രോപ്പർ അല്ല നിങ്ങളുടെ ഫംഗ്ഷൻ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരാൻ ചാൻസ് ഉണ്ട്. ഇനി സമീകൃത ആഹാരം കഴിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഫുഡൊന്നും നിങ്ങൾ ഇൻക്ലൂഡ് അല്ല. എപ്പോഴും നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനുള്ള ഫുഡുകളായിരിക്കും. അല്ലാതെ നമ്മളൊരു ഹെൽത്തി ഡയറ്റ് ആയിരിക്കില്ല നമ്മൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാണിക്കാറുണ്ട്. ഈ പറഞ്ഞ കാരണങ്ങളോടൊപ്പം തന്നെ നമ്മൾ മഗ്നീഷ്യം നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാലും കൃത്യമായിട്ട് ഒരു വൈറ്റമിൻ ഡിയുടെ പ്രൊഡക്ഷൻ നടക്കില്ല. കാരണം നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡിയുടെ പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ മഗ്നീഷ്യം എന്ന് പറയുന്ന ഒരു മിനറലിൻ്റെ അത്യാവശ്യമായിട്ട് വേണം. അപ്പോൾ ഇതിൻ്റെ ഒരു അഭാവം മൂലവും നമുക്ക് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കുറയാൻ കാരണമാണ്. ഇനി എന്തൊക്കെയാണ് നോർമലി വൈറ്റമിൻ ഡിയുടെ ഫങ്ഷൻസ് എന്ന് നോക്കാം. ഏറ്റവും ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ ഒരു ബലത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഒരുപാട് കേസസിൽ നമ്മൾ വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ തന്നെ മുൻകൈ എടുക്കുന്നത് നമുക്ക് മിക്കവാറും വേദനകൾ അല്ലെങ്കിൽ തേയ്മാനമൊക്കെ വന്നു തുടങ്ങുമ്പോഴാണ്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മൾ ആമാശയത്തിലൂടെ അബ്സോർബ് ചെയ്തെടുക്കുന്ന കാൽസ്യത്തിനെ കൃത്യമായിട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന വൈറ്റമിൻ ഡി ആണ്. നമ്മൾ ഒരുപാട് കാൽസ്യം അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ആ ഒരു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മുടെ കാൽസ്യം ഡെഫിഷ്യൻസി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. നമ്മൾ ഒരുപാട് കാൽസ്യം അടങ്ങിയ ഭക്ഷണം കഴിച്ചിട്ടും എന്തുകൊണ്ടാണ് ഡോക്ടറെ എനിക്കിങ്ങനെ തേയ്മാനം വന്നത് അല്ലെങ്കിൽ എനിക്കൊരു ബലക്കുറവ് എന്തുകൊണ്ടാണ് വന്നതെന്ന് പലരും ചോദിക്കുന്നതിനുള്ളൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിൽ കാൽസ്യം ഒരുപാട് എത്തുന്നുണ്ടെങ്കിലും അത് പ്രോപ്പറായിട്ട് ഒന്ന് അസിമിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ ഡി അവിടെ ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് തേയ്മാനോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഓസ്റ്റിയോപോറോസിസ് പോലെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാകുന്നത്. ഇനി രണ്ടാമതായിട്ട് ഫോസ്ഫറസിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും വൈറ്റമിൻ ഡി സഹായിക്കുന്നുണ്ട്. ഈ കാൽസ്യവും ഫോസ്ഫറസും ഒക്കെ ഒരു ഹോർമോണൽ കൺട്രോൾ വഴി പാരാതെർമോൺ എന്ന് പറയുന്ന ഒരു ഹോർമോണൽ കൺട്രോൾ വഴിയാണ് നടക്കുന്നത്. അതിനോടൊപ്പം തന്നെ വൈറ്റമിൻ ഡിയുടെ സഹായം കൊണ്ടാണ് ഈ ഫോസ്ഫറസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ പല രോഗങ്ങളെയും തടയാൻ, പല ഇൻഫെക്ഷൻസിനെ തടയാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ക്യാൻസറിൻ്റെ പല പ്രോസ്റ്റേറ്റ് ക്യാൻസർ, തൈറോയ്ഡ് ക്യാൻസർ ഇതൊക്കെ തടയാൻ വേണ്ടി വൈറ്റമിൻ ഡി ഒരു പരിധി വരെ സഹായിക്കുന്നുണ്ട്. ഇനി ഡയബറ്റീസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ടൈപ്പ് 1 ഡയബറ്റീസ്, ടൈപ്പ് 2 ഡയബറ്റീസ്, അതുപോലെ ബിപിനെ കൺട്രോൾ ചെയ്യാനൊക്കെ വൈറ്റമിൻ ഡി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നോർമലി വൈറ്റമിൻ ഡിയുടെ ഫങ്ഷൻസ്. ഇനി വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ തിരിച്ചറിയും, എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് നോക്കാം. ഏറ്റവും ആദ്യം തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ബോൺ പെയിൻ അല്ലെങ്കിൽ മസിൽ പെയിൻ, ജോയിൻറ്റ് പെയിൻ ഒക്കെയാണ് പറയാം. നമ്മുടെ സന്ധികൾക്കൊക്കെ നീർക്കെട്ട് അല്ലെങ്കിൽ സന്ധികൾക്കൊക്കെ വേദന പറയാറുണ്ട്. ഇപ്പം മസിൽ പെയിൻ ആണെങ്കിൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ ആ ഒരു മസിലിൽ മാത്രമായിരിക്കും വേദന കാണിക്കുക. ഒരു ചെറിയൊരു ഏരിയയിലായിരിക്കും നമ്മൾ നടക്കുക അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോഴായിരിക്കും കൂടുതലും വേദന കാണിക്കുക.
ഇനിയിപ്പം നമ്മുടെ ഒരു ബോണിനാണ് പെയിൻ വരുന്നതെങ്കിൽ അതൊരു വലിയൊരു ഏരിയനെയാണ് ആ ഒരു പെയിൻ കവർ ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ തിരിച്ചറിയാം നമുക്ക് മസിൽ പെയിൻ ആണോ ബോൺ പെയിൻ ആണോ. കൂടുതലും ഈ സന്ധികൾക്ക് വേദന, എല്ലിനൊക്കെ തേയ്മാനം വരുന്നതൊക്കെ ഈ ഒരു വൈറ്റമിൻ ഡി കുറയുന്നതുകൊണ്ട് നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് കാൽസ്യത്തിനെ അബ്സോർബ് ചെയ്തിട്ട് കാൽസ്യത്തിൻ്റെ ലെവൽ ബ്ലഡിൽ നിലനിർത്തുക. വേണ്ട രീതിയിൽ നിലനിർത്തി കഴിഞ്ഞാൽ മിച്ചം വരുന്ന കാൽസ്യത്തിനെ എല്ലാം നമ്മൾ കൊണ്ടുപോയി ഡിപ്പോസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാം കൊണ്ട് എല്ലിലാണ് അടിയുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കാൽസ്യത്തിൻ്റെ ലെവൽ കുറയുക, അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ ലെവൽ കുറയുന്ന സമയത്ത് എല്ലിൽ നിന്ന് എല്ലാ കാൽസ്യവും വലിച്ച് രക്തത്തിലേക്ക് കൊണ്ടുവരും, ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ ഓസ്റ്റിയോപോറോസിസ് പോലെയുള്ള കണ്ടീഷൻ ഉണ്ടാവുക. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് വീഴുമ്പോഴത്തേക്കും പെട്ടെന്ന് എല്ലുകൾ പൊട്ടുക. നമുക്ക് തന്നെ അറിയാം, ബാത്റൂമിലൊക്കെ വീഴുമ്പോഴത്തേക്കും പെട്ടെന്ന് കൈയിൻ്റെ എല്ല് പൊട്ടി, അല്ലെങ്കിൽ ചെറിയ വീഴ്ചയിൽ പോലും നടുവിന് ഡിസ്ക് തെന്നി മാറി എന്നൊക്കെ പറയുന്നത് ഈ ഒരു വൈറ്റമിൻ ഡിയുടെ കുറവ് അല്ലെങ്കിൽ കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടാണ്. അപ്പം ഇങ്ങനെ വരുന്ന കണ്ടീഷൻസിലൊക്കെ വൈറ്റമിൻ ഡി ലെവലാണ് ആദ്യം തന്നെ ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ കുട്ടികളിലാണെങ്കിൽ പോലും ഇപ്പം പെട്ടെന്ന് തന്നെ കാലിന് വൈകുന്നേരം ആവുമ്പോൾ കളിച്ച് കഴിഞ്ഞ് വരുന്ന സമയത്ത് അവർ പറയുന്നത് കാലിന് വേദന എടുക്കുന്നു, അല്ലെങ്കിൽ ജോയിൻസിന് വേദന പറയാം. ഇപ്പം ഇവിടെയും തന്നെ കാൽസ്യം കുറവായിരിക്കും, അതുപോലെ തന്നെ വൈറ്റമിൻ ഡി കുറവായിരിക്കും. ഇപ്പോൾ കുട്ടികളിലാണെങ്കിലും വൈറ്റമിൻ ഡി അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ജനിച്ച് വീഴുന്ന ആ ഒരു ടൈം തൊട്ട് 1 വയസ്സ് വരെ കൃത്യമായിട്ട് വൈറ്റമിൻ ഡി സപ്ലൈ ചെയ്യാൻ പറയുന്നത്. കാരണം വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ മാത്രമേ കാൽസ്യം കറക്റ്റായിട്ട് മെറ്റബോളൈസ് ചെയ്യുള്ളൂ. ഇനി രണ്ടാമതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫെക്ഷൻസ് ഒക്കെ തടയുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്തിടെ ആയിട്ടുള്ളൊരു പഠനത്തിൽ പറയുന്നത് TB ഉള്ള ഒരുപാട് ആൾക്കാരെ നോക്കിയപ്പോഴും അതിലൊക്കെ കാണുന്നത് ഈ ഒരു വൈറ്റമിൻ ഡിയുടെ കുറവ് കാണുന്നുണ്ട്. അപ്പം ഈ ഒരു വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഈ ഒരു കണ്ടീഷൻസ് അല്ലെങ്കിൽ ഈ ഒരു കേസിൽ പഠിച്ച പോലെ തന്നെ പല രോഗങ്ങളെയും തടയാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ശരീരത്തിലോട് ബാക്ടീരിയോ വൈറസോ എന്തോ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു മാക്രോഫേജിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ശ്വേത രക്താണുക്കൾ ചെയ്യുന്ന ഈ ഒരു പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഇവയെല്ലാം നമ്മൾ പുകച്ച് പുറത്തേ അടിക്കുന്നത്. അപ്പം വൈറ്റമിൻ ഡി ആണ് ഈ ഒരു പ്രവർത്തനത്തിന് സഹായിക്കുന്നതെന്ന്. അപ്പോൾ ഈ ഒരു പ്രവർത്തനം നടക്കാത്തതുകൊണ്ടാണ് മിക്ക കുട്ടികളുടെ കേസിലൊക്കെ, അല്ലെങ്കിൽ മുതിർന്നവരായിക്കോട്ടെ, റിക്കറൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻ വരുന്ന കേസിൽ അലർജി, ആസ്മ അല്ലെങ്കിൽ ഡ്രൈ കഫ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത്